ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ എക്സാം സെക്രട്ടേറിയറ്റ് OA ഇതാ ഡേറ്റ് റിലീസ് ആയിട്ടുണ്ട്. കൺഫർമേഷനൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ 55 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. നല്ല റിവ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ എന്തായാലും 55 ഡേയ്സ് വരെ, അതായത് ഒക്ടോബർ 25th വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. എൻ്റെ കൂടെ തന്നെ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പ്രോപ്പറായിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റും ഒക്കെ എടുക്കണം. അപ്പോൾ അതും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം അറിയാലോ, ഇത് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ഉള്ള ഒരു എക്സാം ആണ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. കൂടെ പ്രോപ്പറായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ റിവിഷനും കൂടി എടുത്താൽ ക്യാൻ ഡു ഇറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഡിലേ ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറേ പേരുടെ മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, കോച്ചിങ്ങിന് പോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കോച്ചിങ്ങിന് പോയാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ? സെൽഫ് സ്റ്റഡി ചെയ്താലും പോരെ? ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാരുടെ മൈൻഡിലുണ്ടാവും. അധികം സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡിലായിരിക്കും ഈ ഒരു കാര്യം ഉണ്ടാവുക. അല്ലെങ്കിൽ കോച്ചിങ് എടുക്കണോ, വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചാൽ പോരെ, റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ബിഗിനേഴ്സിന്റെ മൈൻഡിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഡൗട്ടിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ ആ ഡിലേമയ്ക്കുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും ഈ വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു ചെറിയൊരു ടൈം പീരീഡിനുള്ളിൽ, ഒരു 1 ഇയറിന്റെ ടൈം പീരീഡേ ഉള്ളെങ്കിൽ പോലും ഞാൻ ഓൺലൈനും ഓഫ്ലൈനും അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഞാനിപ്പോൾ ഓൺലൈൻ കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ്ലൈൻ ഞാൻ പോയതാണ് ഓൾറെഡി. സെൽഫ് സ്റ്റഡിയും ഇതിനിടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യുന്ന സമയത്ത് ബയസ്ഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ല ഒരിക്കലും പറയുന്നത്. എനിക്ക് ഏതൊക്കെയാണോ നല്ലതെന്ന് തോന്നിയത്, എന്തൊക്കെയാണോ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഫൈനലി ഈ ഒരു വീഡിയോ കണ്ട് എൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. സെൽഫ് സ്റ്റഡി നിങ്ങൾ ചെയ്താൽ മതിയോ അതോ കോച്ചിങ്ങിന് പോകുന്നതാണോ നല്ലത്? സോ നമുക്ക് ഡിലേ ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ PSCയിലേക്ക് ഇപ്പം കാല് വെക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു കോച്ചിങ്ങിന് പോകുന്നതായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോം എന്താണെന്നുള്ളത് അറിയില്ല. കുറേ ആൾക്കാർ പറഞ്ഞതും കേട്ടതും ആയിട്ടുള്ള അറിവുകൾ ഒരുപാട് നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അല്ലാതെ നമ്മളെ മൈൻഡിൽ വെച്ചിട്ടുള്ള കുറേ മിഥ്യാധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സോൾവ് ചെയ്ത് ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് ഏതെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോച്ചിങ് സെൻറ്റർ, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഏതെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം നിങ്ങൾ ഓൺലൈൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം മെൻറ്റർഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റഡി പോലെ തന്നെയാവും. അത് നമ്മൾ യൂട്യൂബൊക്കെ നോക്കി പഠിക്കുന്ന പോലെ തന്നെ. കാരണം റെക്കോർഡഡ് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ടെന്നല്ലാതെ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് മെൻറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല. വീഡിയോസ് അവർ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യും, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കാണുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ ഒരു മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ പ്രോപ്പർ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അവർക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒരു കോച്ചിങ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഡിപ്പെൻഡ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബാണ്, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽസ് ഉണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽസ് ആണെങ്കിൽ നമ്മൾ കുറേ ചാനൽസ് ഉണ്ട്. എല്ലാ ചാനൽസും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിടും, യൂട്യൂബ് ആണെങ്കിലും ശരി. എന്നിട്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വീഡിയോസ് ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ 1 കണ്ടു 2 കണ്ടു, നമുക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെട്ടാലും ഇൻഫർമേഷൻ പോരാ, മതിയാവുന്നില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, ഡ്യൂറേഷൻ ഒക്കെ നോക്കുമ്പം ചിലതിൽ ഒരു ടോപ്പിക് തന്നെ 20 മിനിറ്റ്സിൽ ക്ലാസ് എടുത്ത ആൾക്കാരുണ്ടാവും, ചിലത് 1 hour ക്ലാസ് എടുത്തതുണ്ടാവും. അപ്പം നമുക്ക് കൂടുതലും കുറച്ച് ടൈം ഉള്ളത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അത് കാണും. അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 1 മണിക്കൂർ ക്ലാസ് കാണും. പക്ഷെ അതിനകത്ത് ചിലപ്പം അധികം ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല, കൂടുതൽ കഥകൾ പറഞ്ഞ് അവർ നീട്ടിക്കൊണ്ടുവന്നായിരിക്കും. കുറേ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആവാനുള്ളൊരു ചാൻസ് നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യത്തിലുണ്ട്. മറ്റേതാകുമ്പം അവിടെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി വരുമ്പം ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ക്ലിയർ ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പോലും ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്ന എത്ര ആൾക്കാർ മോക്ക് ടെസ്റ്റ് സൺഡേ എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സ്റ്റിൽ ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്ത സമയത്ത് എനിക്കും ഈ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നാലും ആ ഒരു 1.5 മണിക്കൂർ ടൈം നമുക്ക് കിട്ടണ്ടേ, സെറ്റ് ചെയ്യാൻ കിട്ടണ്ടേ. ഇത് മാറ്റി വെച്ചാൽ അത്രയും ടൈം ഉണ്ടെങ്കിൽ പഠിക്കാലോ എന്നുള്ള ആ ഒരു ടെൻഡൻസി വരുമ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന എണ്ണം കുറച്ചിട്ട് കൂടുതൽ പഠിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഫീൽഡ് വേണം.
അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇപ്പം ഏതെങ്കിലും ഒരു സ്പോർട്ട് ഐറ്റം എടുക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും അത് പ്രാക്ടീസ് ചെയ്യാതെ ഞാൻ നേരിട്ട് മാച്ചിന് പോയിട്ട് കളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഫൈനൽ നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ ബാറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. ഒരു മെജോറിറ്റി ഓഫ് ദി ആൾക്കാരെയാണ് പറഞ്ഞത്. ഒരു 60-70% ആൾക്കാരും അത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എന്ന് പറയുന്നത് നമുക്കിപ്പം അറിയാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് പഠിച്ചു, അപ്പോൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഈ റെഫർ ചെയ്യുന്നതിലും നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. നമ്മൾ യൂട്യൂബിൽ നോക്കും, ടെലഗ്രാം ചാനൽസ് നോക്കും, പോൾസ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബുക്സ് ഉണ്ടെങ്കിൽ ബുക്സ് യൂഷ്വലി ടോപ്പിക് വൈസ് ആയിട്ട് കൊടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അത് റിലേറ്റഡ് ഫാക്ട്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് അവിടെ നമ്മുടെ ടൈം വേസ്റ്റ് ആവുക ചെയ്യുന്നത്. നമ്മുടെ ടൈം ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം കുറയും. നമ്മളൊരു എക്സ്പെർട്ട് പാനലിൻ്റെ അടുത്ത് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്ന സമയത്ത് അവർ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റുകളാണെങ്കിൽ അത് ആയിട്ട് ടോപ്പിക് റിലേറ്റഡ് എക്സാംസ്, അല്ലെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലും ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ റിലേറ്റഡ് ചെറിയ ചെറിയ 5 to 10 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം, അങ്ങനത്തെ ഒക്കെ കണ്ടക്ട് ചെയ്ത് ഓൾറെഡി നല്ല സെറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്ത് തരുമ്പം റെഡി ടു യൂസ് ആണ്. ഒരു റെഡിമെയ്ഡ് സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നമ്മൾ വേറെ എവിടെയും സെർച്ച് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഓൺലൈൻ കോച്ചിങ് സെന്ററിൽ പോവുകയാണെങ്കിലും സെയിം ഇത് തന്നെയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും, OMR എക്സാം ഉണ്ടാവും. സോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ടൈം ഈ ക്വസ്റ്റ്യൻ കണ്ടക്ട് വേസ്റ്റ് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. അടുത്തതാണ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഗൈഡൻസ് ആയിരിക്കും. നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്താൽ പോലും ചിലപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ ഓഫ്ലൈനോ അല്ലെങ്കിൽ ഓൺലൈനോ കോച്ചിങ് എടുക്കുന്ന സമയത്ത്, ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് വീഡിയോസ്, ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും, റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഡേ പ്ലാനിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കണം. ഓഫ്ലൈൻ ആണെങ്കിൽ അപ്പം ആ ടൈമിനനുസരിച്ച് നമ്മൾ ക്ലാസ് അവിടെ പോകുന്നു, അത് അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ കമ്പൽസറി ആയിട്ട് അത് കാണും. പക്ഷെ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഡൈവേർട്ടഡ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അധികം ഓർഗനൈസ്ഡ് ആവില്ല. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ സെർച്ച് ചെയ്ത് പോകുമ്പോൾ അവസാനം എൻഡ് ചെയ്യുന്ന യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് അങ്ങനെ നമ്മുടെ പഠിത്തം അവസാനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അടുത്തതാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യം, സീരിയസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പഠിത്തത്തിനോട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ആംബിയൻസ് പ്രോപ്പർ ആയിരിക്കണം. അപ്പം നമ്മളൊരു കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റഡീസ് ഓറിയൻറ്റഡ് ഒരു ആംബിയൻസ് നമുക്ക് അവിടെ ഓൾറെഡി സെറ്റ് ആവും. സോ നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ കൊടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ക്ലാസ്സിന് ചേരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവും. അല്ലാത്ത പക്ഷം നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ക്ലാസ് ഫ്രീ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾ അത്രയും ലാഘവത്തോടു കൂടി ആ ഒരു പഠിത്തത്തിനെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഇനിയാണ് ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്, പക്ഷെ അതാണ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് നമ്മളെല്ലാവരും സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സിലബസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യുന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 80-90% സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എക്സാം മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു 65-70 റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്നത് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടം നേടാൻ പറ്റുന്നു. അത്യാവശ്യം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് LTC പോലുള്ള എക്സാംസ് ഒക്കെ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്കറിയാം ഡേ ബൈ ഡേ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പെർട്ട് പാനൽസിൻ്റെ അടുത്ത് നിന്ന് കോച്ചിങ് ഒക്കെ എടുത്തിട്ടാണ് അവർ വരുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയ സ്ഥിതിക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുമ്പം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സിലബസ് കവർ ചെയ്താണ് മാർക്ക് കിട്ടിയെന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഞാനൊരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി പുറത്തുള്ള കോമ്പറ്റീഷൻ എന്താണെന്നുള്ളത് നമ്മൾ അവെയർ ആവുന്നത് എപ്പോഴും ഒരു കോച്ചിങ് എടുക്കുന്ന സമയത്താണ്. അതിപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് ആണെങ്കിൽ നമുക്കറിയാം, ക്ലാസ്സസിൽ പോയിട്ട് നമ്മൾ എക്സാം എഴുതുന്നു, അപ്പം നമുക്കറിയാം നമ്മുടെ സ്കോർ എവിടെയാണുള്ളത്. ഫസ്റ്റ് മാർക്കൊക്കെ കിട്ടുന്ന ടോപ്പ് മാർക്കൊക്കെ കിട്ടുന്ന കുട്ടികളുടെ ഒരു മാർക്സ് ഒരു 90 റേഞ്ചിലൊക്കെയാണ്. നമുക്ക് എത്രത്തോളം അവിടേക്ക് എത്താൻ വേണ്ടി ഓടണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഓൺലൈൻ ആണെങ്കിൽ പോലും
ഒരുപാട് ആപ്സിൽ ലീഡർ ബോർഡ് ഉണ്ടാവും. അതായത് നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കോച്ചിങ്ങിന് അല്ലെ ആ പർട്ടിക്കുലർ കോഴ്സിന് ജോയിൻ ചെയ്ത് എത്രത്തോളം കുട്ടികൾ ആ എക്സാംസ് എഴുതിയിട്ടുണ്ടോ അതിൽ നമ്മുടെ ലെവൽ എന്താണെന്നുള്ളത് ആപ്പിൽ തന്നെ ലൈവായിട്ട് കാണിക്കുന്ന അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി അല്ലാതെ ഗൂഗിൾ മീറ്റ് പോലെ ലൈവ് ക്ലാസ്സസ് വെക്കുന്ന സമയത്ത് അവർ അതിനകത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ പറയും. അല്ലെങ്കിൽ നമ്മൾ മെൻറ്റർഷിപ്പോട് കൂടിയുള്ള ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ അവിടെയും നമ്മളെ കുറിച്ച് കാര്യങ്ങൾ നമ്മുടെ ട്യൂട്ടേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരും. കാരണം നിങ്ങളുടെ ലെവൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്കോർ ഇങ്ങനെയാണ്, അപ്പോൾ പെർഫോമൻസ് കുറവാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരാൾ മോണിറ്റർ ചെയ്യാനുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് അവിടെ ചെയ്യുമ്പം കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ, അതായത് കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കണോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യണോ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ കോച്ചിങ്ങിന് പോകണം എന്നുള്ളത് തന്നെയാണ്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചും നമുക്കറിയാം നമ്മൾ എങ്ങനെയാണെന്ന്. അപ്പോൾ ഓൺലൈൻ തന്നെ മതി, നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചാലും നമുക്ക് കൊണ്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ചാൽ മടി പിടിക്കുന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഓഫ്ലൈനിൽ പോകുന്നത് നല്ലത്. നമുക്കറിയാലോ നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ കോച്ചിങ്ങിന് പോകുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇതിനൊരു മറുവശം കൂടി ഉണ്ട്. അപ്പം അത് ഞാൻ പറയാതെ ഈ വീഡിയോ എൻഡ് ചെയ്താൽ അത് ഇൻകംപ്ലീറ്റ് ആവുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. വർക്കിന് പോയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ ബേബീസിനെ വെച്ചിട്ട് ആരും മാനേജ് ചെയ്യാനും നോക്കാനൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഒരു കോച്ചിങ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഈവൻ എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരെ ഉണ്ട്. സോ അവർക്ക് എന്താണ് സെൽഫ് സ്റ്റഡി മാത്രമാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. സോ അത് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ നേടാൻ പറ്റും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സിറ്റുവേഷനും കൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് ലിബറൽ ആവാനും വഴി മാറി ചിന്തിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ, അതായത് കോച്ചിങ്ങിന് പോകണോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യണോ, അങ്ങനെ 2 ഓപ്ഷൻ മുന്നിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഫൈനലി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആൻസർ എന്നുള്ള നിലയിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.